Hi everyone. നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോണത് സെക്ഷൻ 1.1.3 the affine cipher. This is also special case of substitution cipher. Here the encryption function of the form e of x is equal to ax plus b mod 26 where a comma b belongs to z26. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ആര് അഫൈൻ സൈഫർ എന്നുള്ളത്. അതായത് ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി മോഡ് 26 ഇങ്ങനെയാണ് എൻസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത്. എൻക്രിപ്ഷൻ എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ എ എക്സ് പ്ലസ് ബി മോഡ് 26 ആണ് വേർ എ ആൻഡ് ബി ആർ ബിലോങ്സ് ടു z26. ഫോർ എക്സാമ്പിൾ ടേക്ക് എ is equal to 3 and b equal to 5, then the corresponding function e of x is equal to 3x plus 5, x belongs to z26. Okay, when x is equal to 2, e of x is equal to that's equal to 3 into 2 plus 5, that's equal to 11, mod 26 is equal to 11. Similarly, when x is equal to 9, e of 9 that's equal to 3 into 9 plus 5, that's equal to 32, mod 26 is equal to 6. Okay, ഇങ്ങനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നോട്ട്, when a equal to 1, the affine cipher become a shift cipher. ഇവിടെ നോക്കുക, എ എന്നുള്ളത് 1 ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച എന്ത് വരും, ഷിഫ്റ്റ് സൈഫറിനോട് എന്താവും, ഈക്വൽ ആവും. അതുകൊണ്ട് when a is equal to 1 എന്നാൽ affine cipher become a shift cipher. In order that encryption is possible, it is necessarily to also when a affine function is injective. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ സിസ്റ്റം എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നെസസറിലി ആ ഫംഗ്ഷൻ എന്താവണം, ഇസ് ഇൻജക്റ്റീവ് ആവണം. നമ്മൾ ഓൾറെഡി മുന്നേ അത് ഡിസ്കസ് ചെയ്തതാണ്. ഇതെന്താവണം, അതേപോലെ തന്നെ അഫൈൻ സൈഫർ എന്താവണം, ഇൻജക്റ്റീവ് ആവണം എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ എ is equal to 2, b is equal to 3, then the corresponding affine function is e of x is equal to 2x plus 3 mod 26. First, e of y 5 ന്റെ വാല്യൂ, e of 5 is equal to 2 into 5 plus 3 mod 26 is equal to 13 ആൻസർ വരും. അതേപോലെ തന്നെ e of 18 കാണുക, e of 18 എന്ത് വരും, 2 into 18 plus 3 mod 26 that's equal to 39 mod 26 that's equal to also 30 വരും. അതായത് ഇ ഓഫ് 5ന്റെ ആൻസറും അതേപോലെ ഇ ഓഫ് 8ന്റെ ആൻസറും എന്താണ്, നമുക്ക് 13 എന്ന് കിട്ടും. അതുകൊണ്ട് ഇവിടെ എന്തല്ല, ഈ ഫംഗ്ഷൻ എന്തല്ല, 1 അല്ല. അതായത് അഫൈൻ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി മോഡ് 26 is 1 to 1 for any y belongs to z26. The congruent ax plus b congruent y mod 26 has unique solution for x. The congruent equivalent to ax congruent to y minus b mod 26. അതായത് ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നോക്കുക, ഈ 5 സീക്വൽ എത്ര വരും, നമുക്ക് 13 ആൻസർ വരും. അതുപോലെ ഈ 18 നമുക്ക് എന്ത് വരും, 13 ആൻസർ വരും അല്ലേ. അതായത് 5ന്റെ ഇമേജും ആർ തന്നെയാണ്, 13 ആണ്. അതുപോലെ 18ന്റെ ഇമേജും ആർ തന്നെയാണ്, 13 ആണ്. അപ്പോൾ ഈ ബോബിന് ഇത് ഡീക്രിപ്ഷൻ ചെയ്യുമ്പോൾ ഈ 13 ഏത് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത് എന്താവും, ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, അഫൈൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ഇ ഓഫ് എക്സ് എന്താവണം, 1 ആവണം എന്നുള്ളത്. അതായത് അഫൈൻ ഫംഗ്ഷൻ 1 ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെ പറഞ്ഞത് ദ അഫൈൻ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി മോഡ് 26 ഈസ് 1 to 1 ഫോർ എനി വൈ ബിലോങ്സ് ടു z26. The congruent ax plus b congruent to y mod 26 as unique solution for x. The congruent equivalent to ax congruent to y minus b mod 26. Now
y varies over Z26. Hence, it is sufficient to study the congruence AX congruent to Y mod 26, Y belongs to Z26. അതായത് നമ്മൾ ഗിവൺ കോൺഗ്രുവൻറ്റ് 1 ആവണമെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് ബി കോൺഗ്രുവൻറ്റ് വൈ മോഡ് 26 ആസ് എ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണം. അതിൻ്റെ കാരണം ഫോർ എവരി വൈ ബിലോങ്സ് ടു Z26. അങ്ങനെ രണ്ട് സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല ഡീക്രിപ്ഷൻ എന്താവില്ല, പോസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ താഴത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എക്സ് പ്ലസ് ബി കോൺഗ്രുവൻറ്റ് വൈ മോഡ് 26 ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം, എക്സ് കോൺഗ്രുവൻറ്റ് വൈ മൈനസ് ബി മോഡ് 26 ആവണം. നൗ വൈ വാരി ചെയ്യുന്നത് ഏത് മുതൽ ഏത് വരെയാണ്, 0 മുതൽ 25 വരെയാണ്, അതായത് Z26ലാണ്. ആൻഡ് ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഈ കോൺഗ്രുവൻറ്റ് കൺസിഡർ ചെയ്യുക. അതായത് എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡ് 26, വൈ ബിലോങ്സ് ടു Z26 എന്നുള്ള കോൺഗ്രുവൻറ്റ് കൺസിഡർ ചെയ്യുക. ദി ലീനിയർ കോൺഗ്രുവൻറ്റ് എക്സ് കോൺഗ്രുവൻറ്റ് ബി മോഡ് എം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ ഇൻ മോഡുലോ എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് എ കോമ എം ഇസ് ഈക്വൽ ടു 1. അതായത് നമ്മൾ 6th സെമസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എക്സ് കോൺഗ്രുവൻറ്റ് ബി മോഡ് എം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ മോഡുലോ എം ആവണമെന്നുണ്ടെങ്കിൽ GCD ഓഫ് എ കോമ എം എന്താവണം, 1 ആവണം. സിമിലർ വേയിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡ് 26ൽ വൈ ബിലോങ്സ് Z26 ആണെങ്കിൽ അതിന് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ ഫോർ എവരി വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് എ കോമ 26 എന്താവണം, 1 ആവണം. അല്ലാത്ത കേസിൽ എന്തുണ്ടാവില്ല, ആ എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡ് 26ന് എന്തുണ്ടാവില്ല, യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് സപ്പോസ് ദാറ്റ് GCD ഓഫ് എ കോമ 26 is equal to D greater than 1 എന്ന് എടുത്തു. ദെൻ ദി കോൺഗ്രുവൻറ്റ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു 0 എടുത്തു. അതായത് ബിക്ക് എന്തെടുത്തു, നമ്മൾ 0 എന്ന് എടുത്തു. കാരണം ബി ബിലോങ്സ് ടു Z26 ആണ്. Z26ൽ ആരുണ്ട്, നമ്മളെ 0 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബീൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 എടുത്തു, മോഡുലോ 26 എടുത്തു. ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻ ഇൻ Z26, നെയ്മിലി എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 26 ഡിവൈഡ് ബൈ ഡി. അതായത് നമുക്ക് എക്സ് കോൺഗ്രുവൻറ്റ് 0 മോഡ് 26ന് 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് ആരൊക്കെയാണ്, 0യും മറ്റൊന്നാരാണ് 26/d ആണ്. ഫോർ എക്സാമ്പിൾ GCD 2,26 ഈക്വൽ ടു 2. ദി ലീനിയർ കോൺഗ്രുവൻറ്റ് 2x mod 26 has at least 2 distinct solution in Z26, namely x is equal to 0 and x is equal to 13. ഓക്കെ, അതായത് 13 അതിൻ്റെ സൊല്യൂഷൻ ആണ്. അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു 0യും അതിൻ്റെ സൊല്യൂഷൻ ആണ്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഈ എക്സിൻ്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. 2 × 0 ദാറ്റ്സ് ഈക്വൽ 0, 0 കോൺഗ്രുവൻറ്റ് 0 മോഡ് 26 തന്നെയാണ് അല്ലേ. അതുപോലെ നമ്മൾ 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. 2 × 13 കോൺഗ്രുവൻറ്റ് 0 മോഡ് 26 ആണോ? അത് 2 × 13 എത്ര വരും, 26 വരും. 26ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. സോ അതും എന്താണ്, കറക്റ്റാണ്. സോ അങ്ങനത്തെ കേസിൽ അതായത് GCD എ കോമ 26 ഗ്രേറ്റർ ദാൻ 1 എടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാവും അറ്റ്ലീസ്റ്റ് 2 സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഹെൻസ് ഇഫ് GCD ഓഫ് എ കോമ 26 ഗ്രേറ്റർ ദാൻ 1 there exists a some y belongs to Z26 such that AX congruent to y mod 26 has at least 2 solution in Z26. അതായത് GCD of a comma 26 greater than 1 ആയി കഴിഞ്ഞാൽ there exists some y belongs to Z26. അതായത് ഒരു Z26ലെങ്കിലും AX congruent to y mod 26 has at least 2 solution in Z26. അതായത് അതിനെന്തുണ്ടാവും, AX congruent to y mod 26ൽ has at least 2 solution ഉണ്ടാവും. In this case E of x അതായത് encryption function x plus b mod 26 has not injective and hence not for valid encryption function. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല, ആ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കില്ല. സിൻസ് എന്താണ് നമ്മൾ പറഞ്ഞവർക്ക് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ എന്താവണം, 1 ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് ഉപയോഗിക്കില്ല, ഈ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി മോഡ് 26 നോട്ട് എന്താവും, ഇൻജക്റ്റീവ് ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിൻസ് GCD of 4,26 equal to 2, it follows that 4x plus 7 mod 26 not valid encryption function x and x plus 13 will be encrypted same value for x belongs to Z26. അതായത് 4x plus 7 എന്നുള്ള ഒരു എൻക്രിപ്ഷൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സിനും
എക്സ് പ്ലസ് 13 എന്താ വരിക, സെയിം ആൻസർ ആണ് വരിക. അങ്ങനെ സെയിം ആൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, എൻക്രിപ്ഷൻ ഫംഗ്ഷൻ പോസിബിൾ ആവില്ല. അടുത്തത് ലെറ്റ് നെക്സ്റ്റ് സപ്പോസ് ദാറ്റ് ജി സി ഡി ഓഫ് എ കോമ 26 ഇസ് ഈക്വൽ ടു 1. എന്തെടുത്തു നമ്മൾ, ജി സി ഡി ഓഫ് എ കോമ 26 നമ്മൾ എന്തെടുത്തു, 1 എടുത്തു. സപ്പോസ് ഫോർ സം x1 ആൻഡ് x2 ദാറ്റ് ax1 കോൺഗ്രുവൻ ടു ax2 മോഡ് 26. അങ്ങനെയാണ് ജി സി ഡി 1 ആണെങ്കിൽ 1 ആണ്. സപ്പോസ് സം x1 x2 എന്തുണ്ട്, ax1 കോൺഗ്രുവൻ ടു ax2 മോഡ് 26 എന്താണ്, ഈക്വൽ ആണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, a ഓഫ് x1 മൈനസ് x2 കോൺഗ്രുവൻ ടു 0 മോഡ് 26. ഇതൊക്കെ നമ്മൾ 6th സെമസ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഈ കോൺഗ്രുവൻ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെ. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, z26 ഡിവൈഡ് ബൈ a ഓഫ് x1 മൈനസ് x2 എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം ഇഫ് ജി സി ഡി ഓഫ് എ കോമ ബി 1 ആൻഡ് എ ഡിവൈഡ്സ് ബി മൈനസ് സി ദെൻ എ ഡിവൈഡ്സ് സി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു തിയറാണ്. അത് പ്രകാരം നമുക്ക് ജി സി ഡി ഓഫ് എ കോമ 26 എന്താണ്, 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, 26 ഡിവൈഡ്സ് x1 മൈനസ് x2. ദാറ്റ് ഇംപ്ലൈസ് x1 കോൺഗ്രുവൻ ടു x2 മോഡ് 26. അതായത് ഇഫ് ax1 കോൺഗ്രുവൻ ടു ax2 മോഡ് 26 ജി സി ഡി ഓഫ് എ കോമ 26 1. ദാറ്റ് ഇംപ്ലൈസ് x1 കോൺഗ്രുവൻ ടു x2 മോഡ് 26. At this point we have to show that if GCD of a comma 26 is equal to 1, then a congruent of the form ax congruent to y mod 26 has at most one solution in Z26. Okay. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ E of x is equal to ax plus b mod 26 where a comma b belongs to Z26 ആവണമെന്നുണ്ടെങ്കിൽ ഈ അഫൈൻ സൈഫർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ആയ ഇ ഓഫ് എക്സ് എന്താവണം, 1 ആവണം. അങ്ങനെ ഇ ഓഫ് എക്സ് 1 ആവണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഇ ഓഫ് എക്സ് 1 ആവണം എന്നുണ്ടെങ്കിൽ ജി സി ഡി ഓഫ് എ കോമ 26 എന്താവണം, 1 ആവണം. ഓക്കെ, അതായത് ക്ലിയർ ആയി വിചാരിക്കണേ. അതായത് അഫൈൻ സൈഫറിൽ ഒരു എൻക്രിപ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീക്രിപ്ഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്, എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ഇ ഓഫ് എക്സ് എന്താവണം, 1 ആവണം. അങ്ങനെ ഇ ഓഫ് എക്സ് 1 ആവണമെങ്കിൽ ജി സി ഡി ഓഫ് എ കോമ 26 എന്താവണം, 1 ആവണം എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അതിലൊരു തിയറം 1.1 നോക്കുക. The congruent ax congruent b mod m has unique solution x belongs to zm for every b belongs to zm if and only if gcd of a comma m is equal to 1. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തത് എന്താണ്, Z26ലാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പക്ഷേ ഈ തിയറം പറഞ്ഞത് ജനറൽ ആണ്. എങ്ങനെയാണ്, ദി കോൺഗ്രുവൻ്റ് ax congruent to b mod m has a unique solution x belongs to zm for every b belongs to zm if and only if gcd of a comma m is equal to 1. Okay, since ഇവിടെ നോക്കുക നമ്മൾ Z26ലേക്ക് തന്നെ വരിക. സിൻസ് 26 ഈക്വൽ ടു എങ്ങനെ എഴുതാ, 2 into 13 എഴുതാ. ദ വാല്യൂ ഓഫ് എ ബിലോങ്സ് ടു Z26 such that GCD of a comma 1 is equal to GCD of a comma 26 equal to 1 ആവണേ. ഏതൊക്കെ വാല്യൂ ഉണ്ട്, നമ്മൾ Z26 വന്നു കഴിഞ്ഞാൽ GCD of a comma 26 1 ആവണേ. ഏതൊക്കെ വാല്യൂ ഉണ്ട്, ഏതൊക്കെ വാല്യൂ ആണ്, a equal to 1 3 5 7 9 11 15 17 19 21 23 and 25. The parameter b can be any element of Z26. അതായത് ബി എന്നുള്ളത് നമുക്ക് ഏതും ചൂസ് ചെയ്യാം, Z26ലെ ഏതൊരു എലമെൻറ്റും ചൂസ് ചെയ്യാം. ഹെൻസ് ദി അഫൈൻ സൈഫർ ഹാസ് 12 into 26 ദാറ്റ്സ് ഈക്വൽ ടു 312 പോസിബിൾ കീ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പോസിബിൾ കീ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, ഡീക്രിപ്ഷൻ അല്ലെങ്കിൽ എൻക്രിപ്ഷൻ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ പോസിബിൾ കീ നമുക്ക് കണ്ടെത്താൻ പറ്റും.
312 അതായത് 312 കീ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? അതിൻ്റെ കീ ഏതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം നോക്കുക, ഇവിടെ എക്ക് ആകെ 26ൽ പോസിബിൾ ആവുന്ന വാല്യൂ ഏതൊക്കെയാണ്? 1, 3, 5, 9, 15, 17, 19, 21, 23 ആൻഡ് 25. അതായത് ഇത്രയും വാല്യൂ ഉള്ളത് എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. പിന്നെ ബിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26 ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ബിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് കീ കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര രണ്ട് പോസിബിലിറ്റി ഉണ്ട്? 12 × 26 ദാറ്റ്സ് ഈക്വൽ 312. അതിൻ്റെ കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് E(x) is equal to ax plus b mod 26 ആണ്. വേർ എ ബി ബിലോങ്സ് ടു സെറ്റ് 26 ആണ്. പക്ഷേ എക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എക്ക് എത്ര എലമെൻറ്റേ കിട്ടുള്ളൂ? എക്ക് 12 എലമെൻറ്റേ ഉണ്ടുള്ളൂ. അതുപോലെ ബിക്ക് എത്ര എലമെൻ്റ് ഉണ്ട്? ബിക്ക് 26 എലമെൻറ്റും ചൂസ് ചെയ്യാം. അതായത് 0 മുതൽ 25 വരെയും ബിക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എക്ക് ഏത് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ? GCD of A, 26 1 ആവുന്ന എലമെൻറ്റുകൾ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര പോസിബിൾ കീ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം? അതായത് എയും ബി ആണല്ലോ നമ്മൾ കീൻ്റെ വാല്യൂ. അപ്പോൾ എയും ബി, എക്ക് 12 ആണ്, ബിക്ക് എത്രയാണ്? 26 ആണ്. അപ്പോൾ 12 × 26 ദാറ്റ്സ് ഈക്വൽ ടു 312 എന്ന് വരും. അത്രയും പോസിബിൾ കീ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീക്രിപ്ഷനോ അല്ലെങ്കിൽ എൻക്രിപ്ഷനോ കണ്ടെത്താൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ. സപ്പോസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് m greater than or equal to 2 are integers if GCD of A, m is equal to 1, then say that A and m are relatively prime. അതായത് A greater than or equal to 1 ആണ്, m greater than or equal to 2 ആണ്. അങ്ങനെയാണെങ്കിൽ GCD of A, m is equal to 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയും എമ്മും എന്താണ്? റിലേറ്റീവ്ലി പ്രൈം നമ്പറാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയണത് അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഇൻ ZM ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു m ആർ ഡിനോട്ടഡ് ബൈ phi of n. അതായത് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്ത്? ദി നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഇൻ ZM ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു m ഈസ് ഈക്വൽ ടു phi of m എന്നുള്ളത്. അതായത് ZM-ലെ റിലേറ്റീവ്ലി പ്രൈം നമ്പറായി വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? phi of m ആണ്. ഓക്കെ, ഈ ക്വസ്റ്റൻ നമ്മൾ ഓൾറെഡി 6th സെമസ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ phi of m എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ അതും ഡിസ്കസ് ചെയ്തതാണ്. phi of m എങ്ങനെ കാണുക? സപ്പോസ് m is equal to i from 1 to n pi e⁻i. അതായത് ഏത് നമുക്കറിയാം ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താണെന്നുള്ളത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറഞ്ഞത് ഏതൊരു നമ്പർ ഗ്രേറ്റർ ദാൻ 1 എടുത്തു കഴിഞ്ഞാലും ആ നമ്പർ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ആക്കി എഴുതാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എമ്മിന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആക്കി. വേർ PI ഇസ് ദ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ആൻഡ് EI ഗ്രേറ്റർ ദാൻ 0. EI എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഏതൊരു നമ്പറിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആക്കി എഴുതി. വേർ I 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അങ്ങനെയാണെങ്കിൽ phi of m is equal to എന്താണ്? പ്രൊഡക്റ്റ് I from 1 to n അല്ലെങ്കിൽ 1 to n PI e⁻i മൈനസ് PI e⁻i-1 ആണ്. ഓക്കെ, ഇത് ആർക്കെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ പ്രൂഫ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 6th സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റ് പുസ്തകം നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നോട്ട് നോക്കിയാൽ കിട്ടും. റിമാർക്ക് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് റിമാർക്കാണ്. ഓക്കെ, ദി നമ്പർ ഓഫ് കീ ഇൻ അഫൈൻ സൈഫർ ഓവർ ZM ഈസ് m × phi of m. അതായത് അഫൈൻ സൈഫറിലെ കീ നമ്പർ ഓഫ് കീ ZM-ൽ നമ്പർ ഓഫ് കീ എത്ര ഉണ്ട് ചോദിച്ചാൽ എത്ര ഉണ്ട്? m × phi of m ഉണ്ട്. ഇഫ് നോക്കുക, m is equal to 26 എടുത്തു. m is equal to 26 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് 312 കീസ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ m is equal to 26 എടുത്തു കഴിഞ്ഞാൽ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻1 × 30⁻1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നത്തെ ഫണ്ടമെന്റൽ തിയറം പ്രകാരം നമുക്ക് അതിനെ അങ്ങനെ എഴുതി. അതിനുശേഷം phi of m കാണാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ phi of m is equal to 2 - 1 × 13 - 1 ദാറ്റ്സ് ഈക്വൽ ടു 1 × 12 ദാറ്റ്സ് ഈക്വൽ ടു 12.
അതായത് ദ നമ്പർ ഓഫ് കീ ഇൻ അഫൈൻ സൈഫർ ഓവർ Z26 is equal to 12 into 26, that is equal to 312. ഇനി അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ, സപ്പോസ് m is equal to 16. We have നമുക്ക് എന്ത് ചെയ്താൽ 16 2 square into 3 raised to 1 into 5 raised to 1 എഴുതാം. Here 5 of 16 is equal to 4 minus 2 into 3 minus 1 into 5 minus 1. That is equal to 2 into 2 into 4, that is equal to 16. അതായത് 5 of m ന്റെ വാല്യൂ എത്രയാണ്? 16 ആണ്. Then the number of key in affine cipher is 16 into 60, that's equal to 916 വരും. ഓക്കെ, അതായത് m is equal to 60 ആവുമ്പോൾ നമ്മളെ നമ്പർ ഓഫ് കീ ഇൻ അഫൈൻ സൈഫർ ഓവർ Z26 എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ, സപ്പോസ് A belongs to Zm, the multiplicative inverse of modulo m denoted by A inverse of mod m is an element A dash belongs to Zm such that A dash congruent to A dash A, that's equal that congruent to 1 mod m. അതായത് ഒരു എ ബിലോങ്സ് ടു സെഡ് എം എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ദർ ഇസ് ആൻ എലമെൻറ്റ് എ ഡാഷ്, ഒരു എലമെൻറ്റ് എ ഡാഷ് ഉണ്ടാവണം. അതെങ്ങനെയാണ്? എ ഡാഷ് കോൺഗ്രുവൻറ്റ് 1 ആവണം. അതേപോലെ തന്നെ എ ഡാഷ് എ കോൺഗ്രുവൻറ്റ് 1 മോഡ് എമ്മിലാവണം. ഇതാണ് ആ ഡെഫിനിഷൻ പറഞ്ഞത്. ഇൻ പർട്ടിക്കുലർ കേസ് പറയുകയാണെങ്കിൽ ഇൻ Z26 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി എലമെൻറ്റ് റിലേറ്റീവ്ലി പ്രൈം ടു Z26. അതായത് Z26 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവുന്ന എലമെൻറ്റ് ഏതൊക്കെയാണ്? നമുക്കറിയാം GCD ഓഫ് A, 26 എന്താവണം? 1 ആവണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ 1ന് ഇൻവേഴ്സ് ആർ തന്നെയാണ്? 1 ആണ്. 3ൻ്റെ ഇൻവേഴ്സ് ആരാണ്? 9 ആണ്. കാരണം എന്താ? 3 into 9 ആണ് 27 വരിക. 27 മോഡ് 26 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. അതേപോലെ 5ൻ്റെ ഇൻവേഴ്സ് ആരാണ്? 21 ആണ്. കാരണം 5ന് 21 105 വരും. 105 മോഡ് 26 എടുത്തു കഴിഞ്ഞാൽ ആൻസർ വരും 1 ആൻസർ വരും. സിമിലർലി 7ൻ്റെ ഇൻവേഴ്സ് ആരാണ്? 15 ആണ്. അതുപോലെ 11ൻ്റെ ഇൻവേഴ്സ് ആരാണ്? 19 ആണ്. അതേപോലെ 25ൻ്റെ ഇൻവേഴ്സ് ആരാണ്? 25 തന്നെയാണ്. ഓക്കെ, കൺസിഡർ അവർ കോൺഗ്രുവൻറ്റ് y congruent to ax plus b mod 26. That implies y minus b is congruent to ax mod 26. Since GCD of a, 26 are 1, as multiplicative inverse modulo 26. That implies a inverse of y minus b congruent to a inverse of ax mod 26. That implies a inverse of y minus b is equal to a inverse of a of x mod 26. That is equal to x mod 26. That is the decryption function dk of y is equal to a inverse of y minus b mod 26. അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? എൻക്രിപ്ഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. പക്ഷെ നമ്മൾ ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൺസിഡർ നമ്മളെടുത്ത y എന്ന് പറഞ്ഞാൽ y കോൺഗ്രുവൻറ്റ് ടു എക്സ് പ്ലസ് ബി മോഡ് 26 ആണെന്ന് എടുത്തു. അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഫോമിലേക്ക് എത്തിക്കുന്നത്. അതായത് ഡി കെ ഓഫ് വൈ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് ബി മോഡ് 26 എന്നുള്ളത്. ഓക്കെ, അതായത് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോണത് അഫൈൻ സൈഫർ എന്താണെന്നുള്ളതാണ്. അഫൈൻ സൈഫർ എന്ന് പറഞ്ഞാൽ നോക്കുക, ലെറ്റ് പി, C belong equal to Z26